എൻ്റെ പേര് ഫഹദ്. എൻ്റെ നാട് കൊല്ലത്താണ്. ഇതെൻ്റെ വൈഫ് രഹന. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ്. എൻ്റെ പേര് രഹന. നമ്മൾ രണ്ടുപേരും IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ അക്സെഞ്ചർ എന്ന് പറഞ്ഞ ബലന്തൂർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പം കഴിഞ്ഞ 6 വർഷം കൊണ്ട് ഇവിടെ ബാംഗ്ലൂരുണ്ട്. രഹന ഇപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. അപ്പോൾ രഹന 1.5 കൊല്ലം കൊണ്ട് ഇവിടെ ഉണ്ട്. നമ്മൾ രണ്ടുപേരും അക്സെഞ്ചറാണ്. ആക്ച്വലി ഇവിടെ ബാംഗ്ലൂർ നമ്മൾ വന്നപ്പോൾ ആദ്യം നമ്മൾ നോക്കിയത് മറ്റാരെയും പോലെ ഫ്ലാറ്റ് മേടിക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒത്തിരി വെൻഡേഴ്സിനെ സമീപിച്ചു. പക്ഷേ എല്ലായിടത്തും നമുക്ക് ഏറ്റവും വലിയൊരു കൺസ്ട്രെൻ്റ് ആയിട്ട് നിന്നത് ഈ ഫ്ലാറ്റിൻ്റെ വിലയും അതുപോലെ തന്നെ അതിൻ്റെ റീച്ചബിലിറ്റി, ഈ 2 കാര്യങ്ങളായിരുന്നു നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ടാണ് നമുക്ക് ഈ ഡ്രീംസിനെ റെഫർ ചെയ്ത് തന്നത്. അപ്പോൾ ഡ്രീംസിൽ ആക്ച്വലി നമ്മൾ അനൂപ് എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അനൂപ് ആക്ച്വലി ആദ്യം നമുക്ക് ലൊക്കേഷൻ കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ ബൊമ്മനഹള്ളി സിൽക്ക് ബോർഡിലുള്ള ഇവരുടെ ഒരു അപ്പാർട്ട്മെൻറ്റാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതെ, ഫസ്റ്റ് പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ പ്രൊജക്റ്റ് മെയിനായിട്ട് ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് അവർ കോട്ട് ചെയ്തു. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ ഒത്തിരി അമ്യൂണിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റീച്ചബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ സിൽക്ക് ബോർഡിൽ നിന്ന് വളരെ അടുത്താണ്, ഒരു 1.5 കിലോമീറ്റർ പോലും ഇല്ല. അപ്പോൾ നമുക്ക് ബലന്തൂർ ആണ് നമ്മുടെ ഓഫീസ്. അതുകൊണ്ട് നമുക്ക് പോയി വരാനൊക്കെ നല്ല എളുപ്പമുണ്ട്. നമ്മൾ കറൻ്റ്ലി BTMലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഇത് വളരെ നല്ല പ്രൊജക്റ്റായിട്ട് തോന്നി. മാത്രമല്ല ഇവർ നല്ല കസ്റ്റമർ ഫ്രണ്ട്ലിയാണ്. ഇവരതുപോലെ തന്നെ നമുക്ക് ലോണും അതിൻ്റെ പ്രൊസീജിയറും നമുക്ക് അറിയില്ലായിരുന്നു. ഇവർക്ക് LIC ആയിട്ട് ടൈപ്പ് ഉണ്ടായിരുന്നു. അത് കാരണം നമുക്ക് ലോൺ എടുക്കാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായി. ഒരു LIC പേഴ്സൺ ഇവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല അവർ തന്നെ എല്ലാ പ്രൊസീജിയേഴ്സും എല്ലാം അവർ തന്നെ നോക്കി. തുടക്കത്തിൽ ഞങ്ങൾക്ക് പ്രൊസീജിയേഴ്സ് ഒന്നും അറിയില്ലായിരുന്നു, പക്ഷെ അവർ നല്ലപോലെ അതിനുവേണ്ടി ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, അത് വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നീട് അതുപോലെ തന്നെ നമ്മൾ എപ്പോൾ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്ത് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും നമുക്കതെല്ലാം ക്ലാരിഫൈ ചെയ്യാൻ ആളുണ്ടായിരുന്നു. നമുക്ക് മാത്രമല്ല അവർ വളരെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ കിട്ടിയത്. പോരാത്തതിന് എന്താ പറയുക, നമുക്കതുപോലെ ഒത്തിരി ഫ്രണ്ട്സ് ഞാൻ ഇവിടെ റെഫർ ചെയ്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതാണ് മെയിൻ റീസൺ. പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവർക്ക് വളരെ ഉപകാരമായിരിക്കും കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ. അതെ.